സ്റ്റെനോഗ്രാഫിയുടെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് ഹാൻഡിൻ്റെ ക്ലാസ് ഞാൻ ഫസ്റ്റ് ക്ലാസ് അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് എങ്ങനെയൊക്കെയുള്ള നല്ല ക്ലാസ്സുകളിട്ട് ഫസ്റ്റ് പാഠം ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ മലയാളത്തിൻ്റെ ക്ലാസ്സാണ്. മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം നമ്മുടെ മാതൃഭാഷയുടെ മലയാളത്തിൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചതുപോലെ തന്നെ മലയാളത്തിൽ നമുക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷ് പഠിച്ച കുട്ടികൾക്ക് മലയാളം നല്ലപോലെ പഠിച്ചെടുത്താൽ ഒരു 6 മാസം കൊണ്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നല്ല ഒരു പോസ്റ്റിംഗാണ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ തന്നെ മലയാളം കൂടെ പഠിച്ചെടുത്താൽ നമുക്ക് ജോലി സാധ്യത ഉള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് ശരിക്കും പോസ്റ്റുകൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഉണ്ട്. മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ശരിക്കും പോസ്റ്റുകൾ പല ഓഫീസുകളിലും നമ്മളതിൻ്റെ പോസ്റ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ സ്റ്റെനോ പഠിച്ച സെക്രട്ടറിയൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, SP സെക്രട്ടറിയൽ പ്രാക്ടീസ് പഠിച്ച കുട്ടികളുണ്ട്. അതേപോലെ തന്നെ പോളിടെക്നിക് സ്റ്റെനോ പഠിച്ച കുട്ടികളുണ്ട്. ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, പ്രൈവറ്റ് ഓഫീസുകളിൽ, ബാങ്കുകളിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളേജ്, ലാ ഡിപ്പാർട്ട്മെൻറ്റ്, സോഷ്യൽ ഓർഗനൈസേഷൻ, പ്രൈവറ്റ് സെക്രട്ടേറിയറ്റ്, അങ്ങനെയുള്ള ISROയിൽ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ, കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ, റെയിൽവേയിൽ, PWയിൽ, അങ്ങനെ ഒരുപാട് പോസ്റ്റുകളൊക്കെ നമുക്ക് ഈ സ്റ്റെനോഗ്രാഫി പഠിക്കാനുണ്ട്. ഇപ്പോൾ സ്റ്റെനോഗ്രാഫി പഠിക്കണ ഇപ്പം തന്നെ സ്റ്റെനോ പഠിക്കുന്ന കുട്ടികളുണ്ട്. സ്റ്റെനോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു വർഷം അവർ എങ്ങനെയെങ്കിലും അത് പഠിച്ചെടുത്തിട്ട് പിന്നെ അതങ്ങ് പിന്നെ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് പിന്നെ അവർ അത് ഒന്നും ചെയ്യൂല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു വേക്കൻസി സ്റ്റെനോ എന്നൊരു വേക്കൻസി വരുന്ന സമയത്ത് ഇവർക്ക് ഒന്നും അറിഞ്ഞൂടാതെ ഇവർ ഓടി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് പറയും, പിന്നെ ടീച്ചറെ എനിക്ക് സ്റ്റെനോയുടെ ഒരു വേക്കൻസി ഉണ്ട്, എനിക്ക് ഇത്ര മിനിറ്റിൽ എനിക്ക് വായിച്ചു തരണമെന്ന് പറയും. പക്ഷേ അത് വായിച്ചു തരാനെന്ന് പറഞ്ഞാൽ ഇവർക്ക് അത് തുടർന്ന് പഠിക്കാതെ ഇവർ കൊണ്ട് നടന്നതിന് ശേഷം ഇവിടെ പറയുമ്പോൾ അത് വായിക്കാനോ എഴുതാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റെനോ എടുക്കുന്ന കുട്ടികൾ മലയാളം കൂടെ എടുത്താൽ നല്ലതുപോലെ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് ആ ജോലി എടുക്കാൻ പറ്റും, ആ ജോലി ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു PSCയിൽ വേക്കൻസി വരുന്ന സമയത്ത് നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുമോ. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് നല്ല ഒരു ഉപയോഗം ഉണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾ മലയാളം കൂടെ ഷോർട്ട് ഹാൻഡ് മലയാളം, KGT ഇംഗ്ലീഷ്, KGT മലയാളം കൂടെ എടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പണി കിട്ടാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളത് ഞാൻ പറയുന്നത് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കാതിരിക്കരുതും. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പിന്നെ അടുത്ത ക്ലാസ് മലയാളമാണ്. മലയാളത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് കണ്ടുപിടിച്ചത് സർ ഐസക് പിറ്റ്മനാണ് കണ്ടുപിടിച്ചത്. പിറ്റ്മൻ സിസ്റ്റമാണ് കണ്ടുപിടിച്ചത്. എന്ന് കണ്ടുപിടിച്ച് 1837 കണ്ടുപിടിച്ച്. സെക്കൻഡ് എഡിഷൻ 1840 പബ്ലിഷ് ചെയ്തത്. അതേപോലെ മലയാളവും അതേപോലെ തന്നെ 1975 കണ്ടുപിടിക്കുകയും ഗവൺമെൻറ് അംഗീകരിച്ചത് 1979 കണ്ടുപിടിച്ചത്. അപ്പം ഇംഗ്ലീഷിൻ്റെത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നമുക്ക് 24 സ്ട്രോക്ക് ഉണ്ടെങ്കിലും അപ്പോർഡായിട്ട് ഡൗൺ ബൈഡായിട്ട് ഇടുമ്പോൾ 26 സ്ട്രോക്കോ. അതേ മലയാളം നമുക്ക് എത്ര സ്ട്രോക്ക് ഉണ്ട്? മൊത്തത്തിൽ 28 സ്ട്രോക്കുണ്ട്. അപ്പോൾ ഒരു സ്ട്രോക്കിൻ്റെ നീളം എന്ന് വെച്ചാൽ 11 ഇഞ്ചാണ് ഒരു സ്ട്രോക്കിൻ്റെ നീളം. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഒരു സ്ട്രോക്കിൻ്റെ നീളം 1/6 ഇഞ്ചാണ്. അത് ഒരു തിക്കായിട്ടും തിന്നായിട്ടാണ് എഴുതുന്നത്. ഒരു സ്ട്രോക്ക് എന്ന് വെച്ചാൽ 2ആയിട്ടാണ് എഴുതുന്നത്. ഒന്ന് തിക്കും തിന്നായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം അതേപോലെ തന്നെ മലയാളം പഠിക്കണം. അതാണ് അതിൻ്റെ മെത്തേഡ്.